ഗൈസ് വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി വീഡിയോസ് ഇടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുള്ള കമൻറ്റുകൾ കണ്ട് ഇനി ഒരു മോർണിംഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈവനിങ് എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്നുള്ള ധാരണയിലുണ്ടാവും. പിന്നെ എന്തെങ്കിലുമായിട്ട് സമയം പോകുന്നതുകൊണ്ടാണ്. മോർണിംഗ് ആകുമ്പോൾ ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് മതി ബാക്കി പരിപാടി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോറിങ് പീരീഡാണ്. നമ്മൾ ഇപ്പോൾ ക്രിപ്റ്റോസാൻ്റെ പ്രീമിയം ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ ലാസ്റ്റ് സിഗ്നൽ ഇട്ടിട്ടും കുറച്ച് നാളായി. പക്ഷേ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. 97 ഏത് ആൾട്ടായാലും വലിയ മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫ്യൂച്ചർ ട്രേഡിനേക്കാൾ നല്ലത് നമ്മൾ ഈ ഒരു സമയം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊരു പ്രക്രിയയാണ്. നമുക്കൊരു മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന നമ്മളെ ലിക്വിഡേറ്റ് ആക്കി എന്നിട്ട് അടുത്ത അവിടുന്ന് ലിക്വിഡേറ്റ് ആയി ഇനി ഇവിടുന്ന് ലോങ് ഇടാന്ന് പറയുന്നവരെയും മടുപ്പിച്ചുകൊണ്ട് ഒഴിവാക്കാന്നുള്ള ആറ്റിറ്റ്യൂഡിലൂടെയാണ് അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ 48Kയിലേക്ക് വന്നതിന് ശേഷമുള്ള നമ്മൾ കഴിഞ്ഞ ഒരു പോസ്റ്റ് ഹാൾവിങ് റീഅക്യുമുലേഷൻ പീരീഡ് നമ്മൾ കണ്ടതാണ്. അടുത്ത ലെഗപ്പ് ഒരു ബുൾ മാർക്കറ്റ് ഹിസ്റ്ററിയിൽ ഉണ്ടാവേണ്ടതാണ്. അത് ഫെബ്രുവരി ലാസ്റ്റ് കറക്റ്റ് സിറ്റുവേഷൻ പ്രകാരം എല്ലാം ആയി വരുന്നുണ്ട്. ഒരു മാറ്റർ ഓഫ് ടൈം എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു റീസൺ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു റീസൺ അതിന് ട്രിഗർ ചെയ്യും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഉദാഹരണം പോലെ തന്നെ അടുത്ത ഈ ലെഗപ്പിന് ശേഷം പിന്നെ ഒരു റീട്രേസ്, പിന്നെ കുറച്ചൊരു ആക്സിലറേഷൻ ഉണ്ടാവും നമ്മുടെ ഈ പറയുന്ന ബുൾ മാർക്കറ്റിന്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ വരെയാണ്. എന്നാലും ജൂൺ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സമയത്തെ കാണണം. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഗ്രോത്താണ് ഒരു ഫോമോ ഗ്രോത്ത് ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ഒരു ഹെവി ഗ്രോത്ത് ഉണ്ടാവുക കുറച്ച് ലാസ്റ്റ് പ്രാവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കോയിനും ആ 10x എത്തുക ലാസ്റ്റ് ആയിരിക്കും. അതിന് മുമ്പ് ഒരു ശതമാനം ഒരു 4x 5x നമുക്ക് ബുക്ക് ചെയ്ത് ഫൈനലായിട്ട് പോകണം. പിന്നെ ബിയർ മാർക്കറ്റ് സെറ്റപ്പാണ്. ഇതൊക്കെ അറിയാം. ഒന്നും കൂടി പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീരീഡ് എങ്ങനെ അതിജീവിക്കണം. ഡെയിലി എന്തായാലും ഞാൻ വരാൻ നോക്കും. നമുക്ക് ഈ ഒരു പീരീഡ് ഒന്ന് ഇതായ അടുത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ശതമാനം ബുക്ക് ചെയ്യാം ഈ കോയിൻസിലൊക്കെ. ഇപ്പം നമ്മൾ ഇപ്പം വാങ്ങുന്നത് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യപ്പെടും, ആ ബുക്ക് ചെയ്യുന്ന ഏരിയയിലുണ്ടാകും, കുറച്ചും കൂടി പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ PI റിലേറ്റഡ് ഒരു ഹൈപ്പ് 20-ാം തീയതി വരെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യപ്പെടാം, 20-ാം തീയതി വരെ PI റിലേറ്റഡ് ആയിട്ടും കൂടി കാര്യം സംസാരിക്കണം. കാരണം നമുക്ക് എവിടെയാണ് പ്രോഫിറ്റ് വരുന്നത്, നമ്മൾ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ പ്രോഫിറ്റുകൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ആകെ ഡൗണിൽ സംസാരിച്ചിരുന്നു. കാരണം PI സെല്ല് ചെയ്ത് പോയി 20-ലും 40-ലും 30-ലൊക്കെ ആകെ ഡിപ്രസ്ഡ് ആണ്. ഇന്നിപ്പോൾ 100-ൻ്റെ എബോവ് ഒക്കെ റേറ്റ് കാണുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, നമ്മൾ PI എന്ന് പറയുന്നത് ഒന്നാമത് 100 പേരിലുണ്ടെങ്കിൽ 20 ആളേമേ ഉള്ളൂ. അപ്പോൾ ആ 20 ആളിൽ നിങ്ങൾ പെട്ടു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങളതൊരു 1 രൂപയ്ക്ക് വിറ്റാൽ പോലും നിങ്ങളൊരു 80% ആൾക്കാർ ഔട്ട് പെർഫോം ചെയ്തെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു, നമുക്ക് ഈ ഒരു റിഗ്രറ്റ് ഉണ്ടാകുന്നത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. ഒന്നാമത് നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ അന്നേരം തന്നെ ഒരു 90% 80% ആൾക്കാരെ നമ്മൾ ഔട്ട് പെർഫോം ചെയ്തു ഈ മാർക്കറ്റിൽ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള റിഗ്രറ്റ് വരുമ്പോഴാണ് നമ്മൾ പിന്നെയും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഒരാൾ PI 20-ന് വിൽക്കുന്നു, പിന്നെ അത് 40 ആകുമ്പോൾ 40-ന് വാങ്ങുന്നു, 60-ൽ വിൽക്കുന്നു, പിന്നെ 80 ആകുമ്പോൾ 80-ന് വാങ്ങുന്നു, 100-ൽ വിൽക്കുന്നു. പിന്നെ അയാൾ ഈ ബുൾ മാർക്കറ്റ് പീക്കിലും കോയിൻ വാങ്ങി വെക്കും. ഉദാഹരണത്തിന് ഇത്തീരിയം അയാൾ 2600-ന് വാങ്ങുന്നു, 3000 വിൽക്കുന്നു, 3400-ന് വാങ്ങുന്നു. അങ്ങനെയുള്ളവരാണ് ശരിക്കും ബുൾ മാർക്കറ്റ് പീക്കിലും ബൈ ചെയ്യുക. നമ്മൾ ഒരിക്കലും ഇപ്പം ആ ആറ്റിറ്റ്യൂഡോ ചിന്തയോ വേണ്ട. കാരണം ഇനി അങ്ങോട്ടൊരു ബുൾ മാർക്കറ്റ് പീക്ക് വരുമ്പോൾ ഈ ഫോമോ എന്ന് പറയുന്ന സംഭവം കൂടും. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ XRP ഇപ്പം വാങ്ങി നമ്മൾ ഒരു $3 വിറ്റു. ചിലപ്പോൾ XRP ഒരു $5 ആയാൽ നമുക്ക് അവിടുന്ന് വാങ്ങാനുള്ള ടെൻഡൻസി വരികയും പിന്നീട് അതൊരു $2 വരികയും ചെയ്താൽ നമുക്ക് പിന്നെ ഒരു ലോസിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് കോയിനായാലും നിങ്ങൾ ആ കോയിനിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ബുൾ മാർക്കറ്റിൽ വിട്ടേ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഈ ബൈയിങ് ഏരിയ എന്ന് പറയുന്ന ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ പ്രോഫിറ്റ് കഴിയാൻ പോകുന്നു എന്ന് പറയാം. ഇനി അങ്ങോട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് റിഗ്രറ്റുകൾ ഒരിക്കലും ഉണ്ടാവരുത്. 2x കിട്ടിയിട്ടില്ലോ അല്ലെങ്കിൽ 3x കിട്ടില്ലോ, നിങ്ങൾക്ക് അതൊന്നും കിട്ടിയല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അങ്ങനെ ഓരോ കോയിൻസും സൈഡ് വലിഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് പോയാൽ വേണ്ട. അല്ലാണ്ട് ഒരു കോയിൻ വാങ്ങി വിറ്റ് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ഒരു ഹൈയിലെത്തിയിട്ട് പിന്നെ നിങ്ങൾ വിൽക്കാണ്ടിരിക്കുകയും നിങ്ങൾ എന്നിട്ട് പിന്നെ ഒരു ബിയർ മാർക്കറ്റിൽ മൊത്തം ഹോൾഡ് ചെയ്യേണ്ട രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ PI ആണെങ്കിൽ ഏത് കോയിനും ട്രംപ് കോയിനൊക്കെ നമുക്ക് നൽകിയൊരു പാഠം എന്ന് പറയുന്നത്,
ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ സെല്ലിംഗ് പോയിന്റുകളാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. റീബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് റീട്രേസിന് ശേഷം പിന്നീട് അങ്ങോട്ട് റിസ്ക് കൂടുതലാണ്. നമ്മൾ ഇനി നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് എത്രയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ, $100 ആണോ, എത്രയാണ് നമ്മൾ എയിം നോക്കുന്നത്, $1000 ആണോ പോർട്ട്ഫോളിയോ, ഇതെങ്ങനെ നമുക്ക് ഒരു $1500 $2000 ഒരു പുതിയൊരു എയിം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സെല്ലിങ് സെറ്റ് ചെയ്ത് ലാസ്റ്റത്തെ ഒരു 25% ഫോമോ പീരീഡിലേക്ക് ഹോൾഡ് ചെയ്ത് സെല്ല് ചെയ്യുന്ന പീരീഡാണ്. അതുകൊണ്ട് ഈ ബുൾ മാർക്കറ്റ് ഫേസിൽ ഇനി അങ്ങോട്ട് ഈ ഫസ്റ്റ് റീട്രേസിന് ശേഷം നമ്മൾ ഇനി അങ്ങോട്ട് സെല്ലിങ്ങിനെ കുറിച്ച് മാത്രമാണ്. കാരണം ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, സെല്ലിങ് എപ്പോഴാണ് ഇനി അങ്ങോട്ട് ഇതൊരും കൂടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇനി സെല്ലിങ്ങിലേക്കുള്ള കടപ്പിലാണ്. ഈ ഒരു ബുൾ മാർക്കറ്റ് പീക്കിൽ ബൈയിങ്ങിൽ നിന്ന് മാറി ഓരോ ഘട്ടമായിട്ട് ലാസ്റ്റത്തെ ഫോമോ പീരീഡിനും കൂടി ഒരു 30% വെച്ച് അത് അതായിരിക്കും ചിലപ്പോൾ ഹെവി റിട്ടേൺസ് ഉണ്ടാവുക. പക്ഷെ അതിനൊരു റിസ്ക് ഉണ്ടായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ലാസ്റ്റത്തെ ആ ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് സമയമുണ്ടല്ലോ, കാരണം എല്ലാവരെ കൊണ്ട് വാങ്ങിപ്പിക്കും, കാരണം വാങ്ങുന്നവനിക്കല്ലോ പ്രോഫിറ്റ് എന്നുള്ളൊരു പീക്ക് സെറ്റപ്പ് എന്നായിരിക്കും ലാസ്റ്റ് ഒരു ബിയർ മാർക്കറ്റ് ഡിപ്പിലേക്ക് വരിക. കാരണം ആ ഒരു ബൈ ദ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി ആയി തോന്നി വീണ്ടും ഹെവി വാങ്ങുമ്പോഴാണ് ബിയർ മാർക്കറ്റിലേക്ക് പോവുക. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഒരു 100x അല്ലെങ്കിൽ ഒരു 100% ബുൾ മാർക്കറ്റ് എന്നുള്ള എഴുമിന് പകരം ഒരു 75% അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ വിറ്റുകൊണ്ട് 25% മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ഫോമോൻ്റെ ഹൈക്കിൽ വെക്കുക. എല്ലാത്തിനും ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ഫോളോ അപ്പ് ചെയ്യുന്നവർ സെല്ലിങ്ങിലേക്കാണ് ഇനി നമ്മൾ പതിയെ പോകുന്നത് എന്ന് ഓർക്കുക. ഡെയിലി അതിൻ്റെ രീതിയിൽ തന്നെ പോവാം. ഈ ഒരു പുതിയൊരു ഫോം ഇപ്പം നമുക്ക് ചിലപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ബൈയിങ് ഏരിയയിലേക്കെങ്കിലും വന്നാൽ സെല്ല് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള ഒരു തോട്ടാണ് ഉണ്ടാവുക. പക്ഷേ ആ തോട്ട് മാറുന്ന രീതിയിലേക്ക് മാർക്കറ്റ് മാറും. ഒരു മാറ്റർ ഓഫ് ടൈമാണ്. അത് നിങ്ങൾ ഈ സമയത്ത് സജീവമായിട്ട് തന്നെ ഉണ്ടാവണം. ഇപ്പോഴാണ് നിങ്ങൾ ആക്റ്റീവ് ആവുക. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പൊതുവെ ആൾക്കാരെ ആക്റ്റീവ്നെസ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു ആഗസ്റ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു, ഷിബ് വീണ്ടും ഡോജ് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യപ്പെടും, ആൾക്കാർ വീണ്ടും സജീവമാവും. അത് ഞാൻ ആഗസ്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് ഡിസംബർ നവംബറിൽ അതിൻ്റെ ഒരു ഉദാഹരണം കിട്ടിയിരുന്നു. ഞാൻ വീണ്ടും പറയാണ്, ഷിബും ഡോജും വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ആകുമ്പോൾ പുതിയ ആൾക്കാർ വീണ്ടും വരും. അപ്പം വരാതെ നമ്മൾ ഈ സമയത്ത് സജീവമാകുന്ന ആൾക്കാരിൽ ഉൾപ്പെടുക. ഓക്കെ, ബൈ.